കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ വോളിബോൾ സെലക്ഷൻ ട്രയൽസ് ഡിസംബർ 15-ന് നടക്കും. ചെർക്കള ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുക. 38ാമത് ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സംസ്ഥാന പുരുഷ വനിതാ വോളിബോൾ ബീച്ച് വോളിബോൾ ടീമുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സംസ്ഥാന സെലക്ഷൻ ട്രയൽസ് എറണാകുളത്ത് ഡിസംബർ 21, 22, 23 തീയതികളിൽ കേരള സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തും. 21-ന് വാരാപ്പുഴ വിഷൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വനിതാ വിഭാഗം ട്രയൽസും 22-ന് ഇതേ സ്റ്റേഡിയത്തിൽ പുരുഷ വിഭാഗം ട്രയൽസും നടക്കും. ജില്ലാതല സെലക്ഷൻ ട്രയൽസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കളിക്കാർക്ക് ട്രയൽസിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ ട്രയൽസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അത് കേരള ഒളിമ്പിക് അസോസിയേഷനെ ഏൽപ്പിക്കുകയും പൂർണ്ണമായി ഒളിമ്പിക് അസോസിയേഷൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രാവശ്യം വോളിബോൾ അസോസിയേഷൻ്റെ കേരള ടീമിനെ സെലക്ട് ചെയ്തത്. അതിന് 2 ആഴ്ച മുമ്പ് തന്നെ അതിൻ്റെ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ 14 ജില്ലയിലും ഈ സെലക്ഷൻ ട്രയൽസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിൽ പങ്കെടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ 14 ജില്ലയിലും നമ്മൾ ഓപ്പൺ സെലക്ഷൻ വെക്കണം. അതും ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വോളിബോൾ അസോസിയേഷൻ സഹകരിച്ചിട്ടാണ് നടത്തുന്നത്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ ഈ വരുന്ന 15-ാം തീയതി നമ്മൾ ചെർക്കള വിന്നേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഈ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയ സമയത്ത് തീരുമാനിച്ചത്. നമുക്കത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം നാഷണൽ ഗെയിംസിൽ വോളിബോൾ നമ്മുടെ നല്ലൊരു മത്സര ഇനമായ വോളിബോൾ മത്സരമേ നടത്തിയിരുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രശ്നങ്ങളാണ്, പല പ്ലെയേഴ്സിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഈ വർഷത്തെ നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ നടക്കുമ്പോഴേ കേരളത്തിന് ടീം ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലൂടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, അങ്ങനെ ജില്ലകളിൽ തന്നെ ടീമുകളെ സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ വർഷം ചാമ്പ്യൻഷിപ്പ് നേടുന്ന രീതിയിലുള്ള ടീമുമായി ഉത്തരാഖണ്ഡിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ബീച്ച് വോളിബോൾ ട്രയൽസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പുരുഷ വനിതാ കളിക്കാർ 23-ന് കടവത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹാജരാകണം. കാസർഗോഡ് ജില്ലാ പുരുഷ വനിതാ ടീം സെലക്ഷൻ കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും കാസർഗോഡ് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 15-ന് ഞായറാഴ്ച രാവിലെ മുതൽ ചെർക്കള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 12 കളിക്കാർക്ക് ഡിസംബർ 21, 22, 23 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന അന്തിമ സെലക്ഷനിൽ പങ്കെടുക്കാം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.